ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ന് ഏഷ്യയിൽ. അമേരിക്കയിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതേസമയം മൈക്രോസോഫ്റ്റ്, എൻവിഡിയ ഈ രണ്ട് സ്റ്റോക്കുകളും പുതിയ ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.45 ട്രില്യൺ ആയിട്ട് തുടരുകയാണ്. അതേസമയം എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.46 ട്രില്യൺ ആണ്. ഒപ്പം മെറ്റാ പ്ലാറ്റ്ഫോമും ഇന്നലെ ബെറ്റർ ആണ്. മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.72 ട്രില്യൺ ആണ്. ആമസോണും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ആമസോണിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2.07 ട്രില്യൺ ആണ്. ഇതൊക്കെയാണ് അമേരിക്കൻ ന്യൂസ് ഫ്ലോസ്. അമേരിക്കയിൽ വീണ്ടും ട്രംപ് പല അനൗൺസ്മെൻറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അമേരിക്കയിൽ എൻട്രിയിൽ നിന്നൊക്കെ വിലക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് പാർഷ്യൽ എൻട്രിയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡാണ്. S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് താഴെ വന്നിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ലൈറ്റ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ്. അതേസമയം നമ്മൾ മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ജപ്പാനും അതുപോലെ തന്നെ ചൈനയും സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടാണ് ചൈന ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ്, കോസ്പി, കൊറിയൻ മാർക്കറ്റൊക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ. അപ്പം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, പുടിൻ ട്രംപിനോട് പറഞ്ഞു ഉക്രൈനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു കോസ് ഫോർ വറി അടുത്ത ദിവസങ്ങളിൽ. അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളിലും അത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടായേക്കാം. ഒപ്പം മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് ടെസ്ല 2030 ആകുമ്പോഴേക്കും വേൾഡിലത്തെ ഏറ്റവും വലിയ ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മാറുന്നൊക്കെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളാണ് ടെസ്ലയ്ക്ക് ഡ്രോൺ മാനുഫാക്ചറിങ്ങിലുള്ളതെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കൻ സ്റ്റോക്കുകളാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ച് ധാരാളം ഡ്രോൺ സ്റ്റോക്കുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും ഗോൾഡ് മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $3,371 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് സ്പോട്ട് ഗോൾഡ്. സിൽവർ ബെറ്റർ ആണ്. കോപ്പറും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അലുമിനിയം മുന്നേറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്ക്, $64.87 പെർ ബാരലിന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റുപ്പി നോക്കുകയാണെങ്കിൽ വീണ്ടും $, അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും ബൈയും തുടങ്ങിയിട്ടുണ്ട്. 1076.18 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2566.82 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സാണ്. അതേസമയം നമ്മുടെ ADRകൾ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ADRകൾ മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് നല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം നമ്മൾ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. സെബിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിഷൻ വന്നിരിക്കുന്നത് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കൂടുതലുള്ള കമ്പനികൾക്ക് IPOയിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പണ്ട് വലിയ രീതിയിൽ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനികൾക്ക് IPOയ്ക്ക് പെർമിഷൻ കൊടുക്കാനൊക്കെ സെബിക്ക് മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ അടുത്ത മാസങ്ങളിലൊക്കെ IPO ഫയൽ ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പൊതുവേ ന്യൂസ് ഫ്ലോസ് ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നാളെയാണ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരുന്നത്. 0.25% നിരക്കിൽ റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ F&Oയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള പുതിയ സ്റ്റോക്കുകൾ ധാരാളം ആക്ടിവിറ്റീസ് കാണുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഉണവും ഉണ്ട്. അതുപോലെ തന്നെ RVNL, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, സോളാർ ഇൻഡസ്ട്രി,
ഇൻഡസ്ട്രീസൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്തയുടെ പവർ പ്രൊഡക്ഷൻ, വേദാന്ത പവർ ലിമിറ്റഡ് ഉണ്ട് വേദാന്തയുടെ അണ്ടറിൽ 1.03 ഗിഗാവാട്ടായിട്ട് ഉയർന്നിരിക്കുകയാണ്. 2030 അവർ ടാർഗറ്റ് 2.5 ഗിഗാവാട്ടാണ്. വേദാന്തനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 537 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹണിവെൽ ഇന്ത്യയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ CCTV ക്യാമറ, പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി CCTV ക്യാമറ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. NMDCയുടെ അയൺ ഓർ ഔട്ട്പുട്ടും സെയിൽസും മെയ് മാസത്തിലത്തെ റെക്കോർഡാണ്. M&M EV ബസ് മാനുഫാക്ചറിങ്ങിലേക്കും കൂടി കടക്കുകയാണ്. അവരിപ്പോൾ അക്വയർ ചെയ്തിട്ടുള്ള SML ഇസുസുവിൽ കൂടി ആയിരിക്കും EV ബസ് മാനുഫാക്ചറിങ് നടത്താൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. M&Mനെ സംബന്ധിച്ചും SML ഇസുസുവിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം KEC ഇൻ്റർനാഷണൽ 2211 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സൻസേര എഞ്ചിനീയറിംഗ് 160 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. എയർബസ് ഡിഫൻസിൽ നിന്നാണ്, US നിന്നാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് സൻസേരനെ സംബന്ധിച്ച്. റിലയൻസ് ഇൻഫ്ര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. വീണ്ടും പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിരുന്നു. ഇൻസോൾവൻസി ബാങ്ക്രപ്സി സ്റ്റാറ്റസിൽ നിന്ന് ഈ കമ്പനീനെ NCLAT മാറ്റിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒപ്പം RV ഡെനിം ഡെറ്റ് ഫ്രീ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഒപ്പം ഡെനിം രംഗത്തുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഡെറ്റ് ഫ്രീ ആവുമ്പോൾ ഭാവിയിൽ ഇവർക്ക് ക്യാപിറ്റലൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. പോസിറ്റീവ് ഇമ്പാക്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. NTPC ഗ്രീൻ 1000 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റിനുള്ള ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. UP ഉത്തർപ്രദേശിൽ നിന്നാണ്. ഒപ്പം പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ വീണ്ടും സോം ഡിസ്റ്റിലറി, കിൽബേൺ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം തന്നെ സ്റ്റാർ ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ട് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അടുത്ത ദിവസങ്ങളിലും ഇന്നൊക്കെ തീർച്ചയായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സ്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വളരെ കോഷ്യസാണ്. നാളത്തെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ, അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസിനനുസരിച്ചുള്ള മൂവ്മെൻ്റാണ് ഇന്നും നാളെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് പവർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള എൻജിനീയേഴ്സ് ഗ്ലോബലി ചൈനയിലും ഒരു പരിധിവരെ ഇന്ത്യയിലും ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഈ രാജ്യങ്ങൾ. കാരണം പവർ സെക്ടർ എക്സ്പാൻഷന് വേണ്ടി എൻജിനീയേഴ്സിന് കിട്ടുന്നില്ല. വളരെ ഷോർട്ടേജാണ് എൻജിനീയേഴ്സിന്, ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിന് US UK മറ്റ് രാജ്യങ്ങളിലുള്ള എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലൊക്കെ പാസ് ഔട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസിനൊക്കെ ഓവർസീസ് അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയിലെ എക്സസ് എൻജിനീയേഴ്സാണ് ഇലക്ട്രിക്കൽ സെക്ടറിൽ, പവർ സെക്ടറിൽ. ചൈന വളരെ കണ്ണിങ് ആയിട്ട് സയൻസും ടെക്നോളജിയൊക്കെ പഠിപ്പിച്ച് അവരുടെ മറ്റ് രംഗങ്ങളിലുള്ള ഗ്രാജുവേറ്റ് എൻജിനീയേഴ്സിനെയൊക്കെ പവർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് എക്സസ് എൻജിനീയേഴ്സാണ് ചൈനയിൽ. ഒരു പരിധിവരെ ഇന്ത്യയിലും അത്തരത്തിലുള്ള സിറ്റുവേഷനാണ്. എക്സസ് ഇല്ലെങ്കിൽ പോലും ധാരാളം എൻജിനീയേഴ്സിന് അവൈലബിൾ ആണ്. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസ് മാത്രമാണ്. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മറിച്ച് നമുക്ക് പവർ സെക്ടറിൽ ഗ്ലോബലി നടക്കാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.